ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെൽഫ് ലവിലൂടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് ശീലങ്ങളും അതുപോലെ തന്നെ ചില പ്രാക്ടീസസും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഓരോരുത്തരും, എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരും യുണീക്കാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ കഴിവുകളും കുറവുകളും ഉണ്ട്. കുറവുകളുള്ള കാര്യത്തിൽ വളരാനും കഴിവുള്ള കാര്യത്തിൽ തിളങ്ങാനും നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവുമാണ്. എനിക്ക് വേണ്ടി ഞാനിത് ചെയ്യണം, എനിക്കിത് ചെയ്യാൻ കഴിയും, ഇങ്ങനെ നമുക്ക് സ്വന്തത്തോട് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് സെൽഫ് ലവും സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവണം. എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതുവഴി എങ്ങനെ ആത്മവിശ്വാസമുള്ള വ്യക്തിയായി മാറാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളെ നമ്മൾ നന്നായി കൊണ്ട് നടക്കുക. എങ്ങനെയാണ് നന്നായി കൊണ്ട് നടക്കുക? എപ്പോഴും തല ഉയർത്തി പോസ്ചർ ശരിയാക്കി നടക്കുക. ഇപ്പോൾ തന്നെ അങ്ങനെ ഒന്ന് നടന്നു നോക്കാം. ഷോൾഡർ താഴ്ത്തിയിടാതെ കൂനി നടക്കാതെ ഒന്ന് നിവർന്നു നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നുകൂടി സ്ട്രെയിറ്റ് ആവുക. കണ്ണ് വിടർത്തി പിടിക്കുക. രണ്ട് സൈഡിലേക്ക് ഒന്ന് നോക്കിയേ എന്ത് തോന്നുന്നു? നിവർന്നിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ട് ഒന്ന് ശ്വാസം വലിച്ച് പുറത്തേക്ക് വിട്ടു നോക്കുക. ഇതാണ് നിങ്ങൾ. നമ്മുടെ പോസ്ചർ ശരിയാക്കി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് കിട്ടാനുണ്ട്. ഒരുപാട് കാലം കൂനിയിരിക്കുന്ന അല്ലെങ്കിൽ കൂനി നിന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ പെട്ടെന്ന് പോസ്ചർ ശരിയാക്കുന്ന സമയത്ത് ചെറിയൊരു പുറംവേദനയൊക്കെ ഉണ്ടാവും. ഷോൾഡർ കുറച്ച് പിന്നോട്ടേക്ക് വെച്ച് കണ്ണുകളൊക്കെ വിടർത്തി സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കവർ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നും. നിങ്ങൾ പ്രശ്നത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ രോഗത്തിൻ്റെയോ നിരാശയുടെയോ മൊബൈലിൻ്റെയോ ഒന്നും അടിമയാവേണ്ട ഒരു വ്യക്തിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക.